വഖഫ് ബോർഡ് മുനമ്പം വിഷയം അതെല്ലാം കൂടി ഈ അടുത്ത കാലത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന, അതായത് നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം സാധ്യമാവണം. അതായത് വെള്ളാപ്പള്ളി നടേശൻ, ഇപ്പോൾ അദ്ദേഹം അസുഖമാണ്, ഞാൻ ദുഃഖിക്കുന്നത്, അദ്ദേഹത്തിന് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒരു കാര്യം ഞാൻ പറയാം, വെള്ളാപ്പള്ളി വയസ്സ് 85, 86, 87 വയസ്സോ 87 വയസ്സോറ്റുമുണ്ട്. ഇപ്പോഴും അദ്ദേഹം നല്ലവണ്ണം സംസാരിക്കുന്നു, നല്ല ആരോഗ്യം കൊടുക്കട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥന. ഒരു സത്യമുണ്ട്, നമ്മുടെ പറമ്പിൽ എല്ലാം പറയുന്നത്, ഈ കേരളത്തിലെ ഈഴവ സമുദായത്തെ ഗുരുദേവനാണ് ഈഴവ സമുദായം സമ്മതിച്ചു. ആർ ശങ്കറിന് ശേഷം ഈ സമുദായത്തെ സമുദായമാക്കി മാറ്റി ഈഴവനെ ജീവിക്കാൻ പഠിപ്പിച്ച മഹാനായ വ്യക്തിത്വമാണ് വെള്ളാപ്പള്ളിയുടെ. നിഷേധിക്കാൻ കഴിയില്ല. അതിന് പകരക്കാരൻ ഇനി ഉണ്ടാകാനും പോകുന്നില്ല ഉടനെയെങ്കിലും. അപ്പോൾ പുള്ളിയുടെ ആ കാഴ്ചപ്പാട് വളരെ വലുതാണ്. ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഈ നാടിൻ്റെ നന്മയ്ക്ക് ആവശ്യമാണെന്ന് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം 100%. ഞാൻ എപ്പോഴോ പ്രാവശ്യമായിട്ട് പറയുന്നു, ഇപ്പോഴും ഉറച്ചു പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ തന്നെ നേതൃത്വം കൊടുക്കട്ടെ, അല്ലെ നമ്മുടെ സുമാരൻ നായർ മണിച്ചേട്ടനുണ്ട് NSS, അദ്ദേഹം നേതൃത്വം കൊടുക്കട്ടെ, നമുക്ക് തർക്കമില്ല. അങ്ങനെ ക്രൈസ്തവ ഐക്യം ഉണ്ടായേ മതിയാവും. അതിലൂടെ മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. വഖഫ് എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിം പള്ളിയിലും ഓരോ വഖഫ് കമ്മിറ്റിയുണ്ട്. ആരും മൈൻഡ് ചെയ്തതിനകത്ത് ഇമാർ 4-5 എണ്ണം. ഇയാളെന്തായെന്ന് അറിയാം, നെഹ്റു ചെയ്ത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വന്നു. ആ വിഭജനം വന്നപ്പം ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് ഒഴിഞ്ഞു പോയ മുസ്ലിങ്ങളുടെ മുഴുവൻ ഭൂമി ഇവിടെ കിടക്കുക. വഖഫ് ബോർഡ് ഈ ഭൂമി മുഴുവൻ വഖഫ് ബോർഡിന് വിട്ടുകൊടുത്തത്. മനസ്സിലായില്ലേ? അങ്ങനെ ഭൂമി വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പം ഇപ്പം ഒന്നാമത്തെ ഇന്ത്യയിലെ ഭൂ ഉടമ ആരാന്ന് വെച്ചാൽ റെയിൽവേയാണ്. രണ്ടാമത്തെ ഭൂ ഉടമ ആരാന്ന് ഇന്ത്യൻ പട്ടാളമാണ്. മൂന്നാമത്തെ ഭൂ ഉടമ ആരാ? വഖഫ് ബോർഡാണ്. ഇങ്ങനെ ഭൂമി ഒഴിച്ചുമ്പോൾ ഇരിക്കുകയല്ലേ ഇത്? വഖഫ് ബോർഡ് പലരും മുസ്ലിങ്ങളുടെ ശക്തി അല്ല. ചാവക്കാട് 42 പേർക്ക് വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ 40 മുസ്ലിങ്ങളാണ്. ഇവിടെ വഖഫ് ബോർഡ് ഒരു കൊള്ളാതങ്കമാണ്. അവന്മാർക്ക് ആവശ്യമുള്ളവരെല്ലാം പുറക്കാക്കി മുഴുവൻ. ഇപ്പോൾ എനിക്ക് ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് എനിക്ക് നോട്ടീസ് കിട്ടിയാണല്ലോ, ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് തെളിയിക്കേണ്ട ചുമതല എനിക്ക്, അല്ലാതെ വഖഫ് ഭൂമിയാണെന്ന് തെളിയിക്കേണ്ട അവർക്ക്. അത് നരസിംഹറാവിൻ്റെ കാലത്തും 1995 ഉണ്ടാക്കിയ നിയമമാണ്. പിന്നെ നമ്മുടെ നമ്മുടെ മൻമോഹൻ സിംഗ്, അയാൾ നല്ലവരായിരുന്നെങ്കിലും ഈ പൂക്കൃതം കാണിച്ചാൽ പോയി. അയാളും 2 കൊല്ലം തടവും കൂടെ, ഞാൻ ഈ ഭൂമി കടന്ന് 2 കൊല്ലം തടവും കൂടെ വെച്ചാൽ പോയി അയാൾ. ഇവരൊക്കെ മാന്യന്മാരാണ്. പക്ഷേ എനിക്കിതുള്ളത് പറയാതിരിക്കാൻ പറ്റുള്ളൂ. വഖഫ് ഭൂമി എന്ന് പറഞ്ഞാൽ എന്നാ, ഞാനൊരു വസ്തു വഖഫ് ചെയ്യാം, വഖഫ്. പക്ഷേ ഇപ്പോൾ മുനമ്പത്ത് 1985 മുതൽ 91 വരെയുള്ള 6 വർഷക്കാലം ആധാരം ചെയ്ത് നമ്മുടെ കോളേജിൻ്റെ അവന്മാരോട്, കോളേജ് മാനേജ്മെൻറ്റോട് ആധാരം ചെയ്ത് പഠിച്ച ഭൂമിയാണ് വഖഫാന്ന് ഇപ്പോൾ പറയുന്നത്. എന്തൊരു വൃത്തികേടാണ് ഇത്. ശരിയല്ല, ഇതൊക്കെതിരായി ചെയ്ത്. അപ്പോൾ എന്നാൽ ഇതിനായിട്ട് കേരളത്തിൽ ഇന്ത്യയിൽ മുസ്ലിം മതം മാത്രം മതി നിൽക്കട്ടെ, ഇനി കുഴപ്പമില്ല, അവിടെ ചിലവാകും ഇതൊക്കെ. അല്ലാതെ ഇന്ത്യ പോലെ മതേതര രാഷ്ട്രത്തിന് പറ്റിയതല്ല. ഈ ഭാവി രാഷ്ട്രീയമൊക്കെ എങ്ങനെയാണ്? ഭാവി രാഷ്ട്രീയം BJPയിൽ അടിയുറച്ച് മുന്നോട്ട് പോകും. BJPയുടെ നേതാക്കന്മാരെ ആലോചിച്ച് രാഷ്ട്രീയ പ്രവർത്തനം എന്താണോ അത് ചെയ്യും.